അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കി വേഗം പോവാ പറ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. സെഞ്ചി ഒക്കെ ഏറ്റി പോണിട്ടാ. എന്തിനാ സെഞ്ചി? അതിനാണ് ഇരിക്കണ ആ സെഞ്ചി. ഒരു മതാ അപ്പൊ തന്നെ ബീച്ചിലിരിക്കണ പോലെ ഇരിക്കണ്ട്. പറ നീ എങ്ങോട്ടാ പോണ്? അപ്പൊ സ്വിമ്മിംഗ് പൂളൊക്കെ ആയോ? വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ബീച്ചിക്കല്ല. അപ്പൊ നമ്മള് ബീച്ചിക്കാ പോണത്. അതോ അവന്റെ കണ്ണട വീണു. അവന്റെ കണ്ണട ബബികളുടെ കണ്ണട നിനക്ക് തരുവോ? ഞാൻ നോക്കട്ടെ. പൊട്ടുവോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അവന്റെ കണ്ണട കൊള്ളണില്ല ഗൈസ്. ഷെയറായി ബീച്ചിലോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്? സ്വിമ്മിംഗ് പൂളൊക്കെയല്ല, ചെറായി ബീച്ച്. ഓക്കെ, വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ അല്ലേ? വലിയ സ്വിമ്മിംഗ് പൂൾ. ഇടില്ലേ? അന്ന് ഞാൻ വെള്ളത്തിൽ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ടീഷർട്ടും ട്രൗസറും ഇട്ട് ഇറങ്ങിക്കണം. ഈസോ ഈ കുളിച്ചിട്ടില്ലല്ലോ? ഐഫ് വിളിച്ചുക്കണോ? ഞാൻ വിളിച്ചിട്ടാ നിക്കണേ. അവ വിളിച്ചുക്കണോ? അവ വിളിച്ചിട്ടില്ല. വിളിച്ചുക്കണോ? പാലും പഴവും കൈകളിൽ അതാ ാണ് കാറ് നിർത്താൻ സ്ഥലമില്ല. ഞങ്ങളെത്തി പറേ, ഞങ്ങളെത്തി ഗൈസ് പറേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഞങ്ങളെത്തി പറേ. ഓടല്ല, ഇങ്ങോട്ട് വാ. പോവാ. ഇതാണ് കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടും വരാൻ പറ്റൂല പറയണേ. കാറിന്ന് ഇറങ്ങിയപ്പോ നേരെ ഓടുന്നത് ഇതാ ഇങ്ങോട്ട്. അത് നമുക്ക് പോകുമ്പോ വാങ്ങാം. വാ, പോകുമ്പോ വാ. ഞങ്ങളിവിടെ എത്തി. നല്ല ടൈമിംഗ് ആണ്. ടൈം 3:30. ഒടുക്കത്തെ വെയില്. നല്ല സമയത്താ വന്നിക്കണേ. അതിനെ കറക്റ്റ് ടൈമാ. കണ്ണും കാണില്ല. ഈ ടൈമിൽ എന്തൊരു തിരക്കാ നോക്കി. ആൾക്കാരൊക്കെ വെയിലുള്ള വന്നിട്ട് തോന്നണോ? ഞങ്ങളെപ്പോലെ തന്നെ ആള് കരയാൻ തുടങ്ങി. എന്തിനാ അറിയോ? അതിന് ബബിൾസ് ആണ് അത്ര. സൂര്യന് തലന്റെ മുകളിൽ നിക്കണ പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, കാറ്റുണ്ട്, കൊള്ളാം. 3-3:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷെ ആ നേരത്താണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നു, കാരണം നല്ല വെയിലിൻ്റെ ടൈമല്ലേ. പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അതിൽ വെള്ളത്തിൽ ആർമാദിച്ചു. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അധികം ഞായറാഴ്ച ആയതുപോലെ വീട്ടിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ, എങ്ങോട്ടെങ്കിലുമൊക്കെ. പിന്നെ ഇപ്രാവശ്യം ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ വേറെ രസമല്ലേ. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ പോയിട്ടില്ല ഞാൻ. അപ്പം അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമായി എല്ലാവരും കൂടെ. പിന്നെ കുട്ടികളൊന്നും പറയണ്ടല്ലോ, അവർക്കൊക്കെ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയെന്നോ. അവരൊക്കെ കൂടെ വെള്ളത്തിൽ കുത്തി മറിയുന്ന ആകെ. ഞങ്ങൾ മോശമല്ല കേട്ടോ, കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം. ഏതിന്റെ മുട്ട? ഇതെന്താണ് തിന്നാൻ പറ്റിയതിനെ? കാണില്ലേ? കൈയെടുക്ക്, കൈയെടുക്ക് നോക്കട്ടെ ഞാന്. ഇതെന്താ? ഞാൻ പറ്റിയകരം
എന്തിനാ നീ ഐഫോൺ അത് വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാത്രേ വളർത്താന്. ഓ മീനാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകണം. ഗൈസ് ഇവിടെ പെടക്കണ മീൻ കിട്ടിക്കണോ? കണ്ടോ പെടക്കണ? ഇതെന്ത് മീനാ? അപ്പ മത്തിയ ചാള. ഞങ്ങള് മത്തിന്ന് പറയും. കുറച്ചുള്ളൂ. ഞങ്ങളും വാങ്ങി പെടക്കണ മീന്. പെടക്കണു. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ഒരു നേരം വെള്ളത്തിൽ കളിച്ചിട്ട് വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത്ത അവിടെ എന്തോ വാങ്ങണുണ്ട് നമുക്ക് കഴിക്കാൻ. പപ്പ വിളിച്ചു പോയി. പപ്പന് ഡ്രസ്സിലാകെ ശരി. അമ്മ കൊയങ്ങിയിരുന്നു. ഗൈസ് ഉപ്പിലിട്ട് വെച്ച മാംഗോസ്. ബബിൾക്കോ ബബിളോ ബബിൾസോ? ഈ കൊണ്ടുവരുന്ന മാങ്ങണ്ടല്ലോ രക്ഷയുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. പുളി ഉപ്പും എരിവും ഒക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഓ അലക്കുമ്പോൾ വായിൽ ഇപ്പോഴും വെള്ളം വരുന്നു. നല്ല എരിയുണ്ട്, നല്ല ഉപ്പുണ്ട്, നല്ല പുളിയുണ്ട്. എന്താ ക്ഷീണിച്ചോ? പിന്നെ അടുത്ത അംഗം വിട്ടത് അവിടെയായിരുന്നു. ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഐഫോന് ഒരു ഫ്ലേവർ വേണം പറഞ്ഞിട്ട് അതെടുക്കും. അത് കഴിഞ്ഞിട്ട് അവന് 2 സിപ്പ് എടുത്തതിന് ശേഷം അത് വേണ്ട, അപ്പത്തിന് അടുത്തത് വേണം. പിന്നെ വേറെ ആർക്കും അത് വേണ്ട. അങ്ങനെ പറഞ്ഞു കുറേ നേരം അവിടെ നിന്നിട്ട് യുദ്ധം ഉണ്ടായി തൻ്റെ അടുത്ത് നിന്ന് ചീത്തൊക്കെ കേട്ടിട്ടോ പിന്നെ പോന്നിക്കണം അവിടെ നിന്ന് എല്ലാവരും. എങ്ങനെ വന്ന കുട്ടിയാണ് നോക്കുക. പളകിയും കൊണ്ട് നോക്ക്. എന്തിനറിയോ? അതാ ആ കുട്ടീൻ്റെ അടുത്തുള്ള ആ സാധനം, ആ മണല് വാരുന്ന ആ സാധനം വാങ്ങിക്കൊടുക്കാൻ. അതിനാണ് ഈ അളകിന. എന്താ എന്തിനാ അവിടെ പൂപ്പൂപ്പുണ്ട്? എനിക്ക് പേടിയാ. അത് അപ്പൊ പോവും അത്രേ. എത്ര എണ്ണം ഉണ്ട് അറിയോ വീട്ടിൽ അങ്ങനത്തെ? എന്നിട്ട് ഒന്നും പറ്റൂല. ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് അതുപോലെ കുളിപ്പിച്ച് കൊടുക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടാട്ടോ വന്നേ. കാരണം തിരിച്ചു പോകുമ്പോൾ എന്തായാലും വണ്ടി കയറ്റാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് അവിടെ വല്ലാതെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അവരൊക്കെ കുളിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഞങ്ങൾ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോയി വീട്ടിലേക്ക്. ഗൈസ് ഡ്രസ് ആകെ ഉരുകിയെന്ന് മാറട്ടെ. അപ്പൊ ഡ്രസ് ഗൈസ് ഞാൻ കഴിച്ചിട്ടാ പുതിയ കുപ്പായിട്ടോ. അതുമ്മ എന്താ എഴുതിക്കണേ? കുപ്പായത്തുമ്മ എന്താ എഴുതിക്കണേ? നൈസ് വ്യൂ. വീട്ടിക്ക് പോവണ്ടേ? കിൻഡർ ജോയ് വേണോ? ആ നമുക്ക് പോകുമ്പോ വാങ്ങിക്കാം. കിൻഡർ ജോയ് പോകുമ്പോഴല്ലേ വാങ്ങിക്കുക. ഇപ്പൊ ഇവിടുന്ന് കിട്ടാ? അത്താത്തണ്ടേ. പിന്നെ അത്താത്തല്ലാതെ ഓ അത്താത്ത പോവട്ടോ ജീജുന്റെ കൂടെ. ഞങ്ങൾ ക്യൂൻസ് വാക്വേയിലെത്തി. ഞങ്ങളെ യൂഷ്വൽ സ്പോട്ട്. അന്ന് ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ടെന്ന് നൈറ്റിൽ. എന്താ മിഠായി കിട്ടിയോ? നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു. പിന്നെ കരുതിയെന്നാൽ ഏതായാലും വന്നതല്ലേ എന്നാൽ കുറച്ച് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. ഇവിടെ എത്തിയ പിന്നെ മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണല്ലോ വരുന്നത്. കൊരങ്ങൻ സ്പോട്ട് ഇതായിരിക്കണു. രാത്രി കഴിക്കണ ഗൈസ്. ബട്ട് നല്ല വെളിച്ചമുണ്ടല്ലേ. നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം താഴെ വീഴും. നല്ല തിരക്കുണ്ട്. ബാറ്ററിയിലോ അവിടെ അറ്റത്തെത്തിയപ്പോൾ ഇതാ എന്തോ പ്രോഗ്രാം നടക്കണ്ടായിരുന്നാണ്. പ്രോഗ്രാമൊന്നല്ല, വെറുതെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ആരെങ്കിലുമൊക്കെ പാട്ട് പാടുമല്ലോ. അങ്ങനെ രാത്രി ആയാൽ അധിക പേരും അവിടെ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫുഡും കഴിക്കാം,
ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു. എന്താ ഉണ്ട് പാനിപൂരിയോ? ഇവിടെ എത്തിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും എന്താ വാങ്ങണ്ടേന്ന് ആലോചിച്ചിട്ട്. കാരണം ഇവിടെ കിട്ടാത്തൊരു സാധനം ഉണ്ടാവില്ല. കുറേ ഷോപ്പുണ്ട്, അതിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. ഐ മീൻ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണിത്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളെയും പറഞ്ഞില്ലേ അധികം ഇവിടെ വരാറുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഡൻ അറ്റാക്ക് പോലെ മഴ വന്നത്. പിന്നെ ഒരു രക്ഷയില്ല, ഓടി വിട്ട് പോയി. ഫൈനലി മഴ ഞങ്ങൾ ആട്ടി വിട്ടുവിടുന്നു. ഓർഡർ എല്ലാരും. ഓ മൈ ഗോഡ്.